മലയാള സർവകലാശാലയ്ക്ക് മുന്നിലെ വിദ്യാർത്ഥിനിയുടെ സമരത്തിൽ ഇടപെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അനഘയുമായി മന്ത്രി റോജി എം ജോൺ വീഡിയോ കോളിൽ സംസാരിച്ചു. ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ട എല്ലാ സംവിധാനവും ഒരുക്കുമെന്ന് അറിയിച്ചു. തീരുമാനം രേഖാമൂലം അറിയിക്കണമെന്നാണ് അനഘ ആവശ്യപ്പെട്ടത്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. സോണൽ, ആദ്യം 2 MLA-മാർ ഇടപെട്ടു. അതുമായി ബന്ധപ്പെട്ട സമരസമിതിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായി. പിന്നീട് സിൻഡിക്കേറ്റ് ഇടപെട്ടു. സിൻഡിക്കേറ്റ് ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന നിലപാടെടുത്തു. മന്ത്രി റോജി എം ജോൺ വിദ്യാർത്ഥിനിയുമായി സംസാരിച്ചു. ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത് കൃത്യമായിട്ടൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇന്നലെ അനഘ ഈ VC മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെ മാധ്യമങ്ങൾ അനഘയുടെ പ്രതികരണം തേടിയപ്പോൾ പറഞ്ഞത് സർവകലാശാലയിൽ തനിക്ക് വിശ്വാസമില്ല, സർക്കാർ ഉറപ്പ് നൽകട്ടെ, എങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുന്ന കാര്യം തീരുമാനിക്കാം എന്നുള്ളതായിരുന്നു. ഇതാ കൃത്യമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ വിഷയത്തിൽ അനഘയുമായി വീഡിയോ കോളിൽ വന്ന് നേരിട്ട് സംസാരിക്കുകയാണ്. അനഘ ആവശ്യപ്പെട്ടത് ഇക്കാര്യം ജുഡീഷ്യൽ അന്വേഷണം ഇന്നലെ തന്നെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ രേഖാമുഖേനയുള്ള ഒരു ഉറപ്പ് ലഭിക്കണമെന്ന് അനഘ ആവശ്യപ്പെടുന്നു. അതിനുവേണ്ട സംവിധാനം ഒരുക്കാമെന്ന് മന്ത്രി ഉൾപ്പെടെ പറയുന്നു. സർവകലാശാലയുമായി സംസാരിച്ച് സംവിധാനം ഒരുക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണമെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. എന്തായാലും ആശ്വാസമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് നമുക്ക് പറഞ്ഞു വെക്കേണ്ടതാണ്. ആ സമരസമിതി ഇതുമായി ബന്ധപ്പെട്ട ഇനിയും പ്രതികരണങ്ങൾ ആവശ്യമായിട്ടുണ്ട്. കാരണം അനഘ ഉന്നയിച്ചൊരു കാര്യം സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് സമരവുമായി മുന്നോട്ട് പോകണോ എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനം അറിയിക്കാം എന്നുള്ളതായിരുന്നു. ഇപ്പോഴിതാ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് അനഘയുമായി സംസാരിച്ചിരിക്കുകയാണ്. ഇന്നലെ VC പറഞ്ഞതനുസരിച്ച് ജുഡീഷ്യൽ അന്വേഷണം ഈ സമരസമിതി സ്വാഗതം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പ് കൂടി ലഭിച്ചിരിക്കുകയാണ്. എന്താണ് തുടർന്നുള്ള നീക്കം എന്നുള്ളത് ആ സമരസമിതി തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഇന്നലെ ഉന്നയിച്ച ആരോപണങ്ങൾ ഉൾപ്പെടെ തള്ളുന്ന സ്ഥിതിയാണ് സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അനഘയ്ക്ക് ഗവേഷണം പൂർത്തിയാക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ സർവകലാശാല തയ്യാറാണ് എന്നുകൂടി VC ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമുണ്ട്. പ്രധാനമായി ഇതിൽ പറഞ്ഞിരിക്കുന്നത് SC/ST സെല്ലും അതോടൊപ്പം തന്നെ ആന്റി റാഗിംഗ് സെല്ലും സർവകലാശാലയ്ക്ക് അകത്ത് അന്വേഷിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ അനഘ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വേണ്ടത്ര തെളിവുകൾ ഇല്ല എന്നുള്ള കാര്യമാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഇന്നലെ സിൻഡിക്കേറ്റ് ചേർന്ന് അത് പാസ്സാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി, അതിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അനവധി പരാതികളുണ്ട്. അതായത് അനഘ നൽകിയ പരാതികളുണ്ട്, അനഘയ്ക്കെതിരെ പല അധ്യാപകർ നൽകിയ പരാതികളുണ്ട്. അങ്ങനെ പരാതികൾ ഒരുപാടുണ്ട്. ആ പരാതികളൊക്കെ ഉള്ള സാഹചര്യത്തിൽ പ്രധാനമായി പറയേണ്ടത് അതിലൊരു ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നുള്ളതാണ്. അത് തന്നെയാണ് സർവകലാശാല മുന്നോട്ട് വെച്ച് തീരുമാനം. ഇപ്പോൾ അതിനുവേണ്ട സൗകര്യങ്ങൾ എല്ലാം തന്നെ ഒരുക്കുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടി. മലയാള സർവകലാശാലയിലെ സമരവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സോണൽ കൃഷ്ണയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.